ഹലോ, എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട മന്തി മസാല പൗഡർ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. 2 വിധത്തിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് മെത്തേഡാണ്. ആദ്യം ഒക്കെ ഞാൻ മന്തി തയ്യാറാക്കിയിരുന്നപ്പോൾ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം അഥവാ ക്യുമിൻ സീഡ് എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണോളം മല്ലിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ എടുത്തിരിക്കുന്നത് 3 ചെറിയ ബേ ലീവ്സ് അഥവാ വഴനയില. പിന്നെ ഒരു ചെറിയ ജാതിക്കുരുവിന്റെ പകുതി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, വല്ലാത്ത കുത്തലുണ്ടാവും, അതുകൊണ്ട് പകുതി മതി. പിന്നെ ഒരു ഉണക്കനാരങ്ങ അഥവാ ഡ്രൈ ലെമൺ. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്. 2-3 സ്റ്റിക്കാണ് ഒടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ 1 ടീസ്പൂണോളം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മസാല പൗഡറിന്റെ മെത്തേഡ്. ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുവാണ്. പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് ആ കറക്റ്റ് ഒതന്റിക് മന്തിയുടെ ഒരു ഫ്ലേവറും ടേസ്റ്റും എനിക്ക് കിട്ടിയിരുന്നില്ല. ഞാൻ ലാസ്റ്റ് 2 പ്രാവശ്യം മന്തി തയ്യാറാക്കിയപ്പോൾ വേറൊരു രീതിയിലാണ് പൗഡർ ഉണ്ടാക്കിയിട്ട് ചെയ്തത്. ഞാനിപ്പോൾ ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇട്ടതിലും ഇനി കാണിക്കാൻ പോകുന്ന മസാല പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഡ്രൈ ലെമൺ ഞാൻ ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്, ചേർക്കുന്നില്ല. പിന്നെ ഇതിൽ നിന്നും മല്ലി 1 ടേബിൾ സ്പൂണോളം കൂടെ ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണേലും ചെയ്യാം കേട്ടോ. രണ്ടും ടേസ്റ്റ് തന്നെയാണ്. ആ കറക്റ്റ് ഒതന്റിക് ഫ്ലേവർ കിട്ടുന്നത് ഇപ്പൊ കാണിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് സാജീരകമാണ് എടുത്തിരിക്കുന്നത്. അതായത് ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന ജീരകമാണ്, ചെറിയ ജീരകം. നമ്മുടെ നാട്ടില് മസാലകളൊക്കെ കിട്ടുന്ന കടയിൽ ചോദിച്ചാൽ കിട്ടും. ഇത് 1 ടേബിൾ സ്പൂണോളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇരിക്കും. ഇത് ചേർത്ത് കൊടുത്തിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കറക്റ്റ് ഒതന്റിക് മന്തി, അറേബ്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കുന്ന ആ മന്തിയുടെ കറക്റ്റ് ഫ്ലേവർ എനിക്ക് കിട്ടാൻ തുടങ്ങി. അതുകൊണ്ട് 2 പ്രാവശ്യം ഞാൻ ഇതാണ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഫെന്നൽ സീഡ് അഥവാ വലിയ ജീരകം, ഗരം മസാലക്കൊക്കെ എടുക്കുന്ന ജീരകമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതുപോലെ ചെയ്തെടുത്തപ്പോഴുള്ള മന്തിയാണ്. കറക്റ്റ് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലില് ചെയ്തെടുത്ത ആ മന്തിയുടെ കറക്റ്റ് ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകാണ് ചേർക്കുന്നത്. കാരണം നമ്മൾ മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ എക്സ്ട്രാ എരിവൊന്നും ഇട്ട് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് ഇത് 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എല്ലാം എടുക്കണം, എങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ മന്തിയുടെ റെസിപ്പി കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ഒരു ഫോട്ടോ കൂടെ അയച്ചു തന്നിട്ടുണ്ട് അവർ തയ്യാറാക്കിയിട്ട്. അത് ഞാൻ ഇതിന്റെ ലാസ്റ്റ് ചേർക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കരിവ് ചൊവ്വ ആ പൗഡറിനുണ്ടാവും. കൈവിടാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 3 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്ക് നല്ലതുപോലെ മൂത്ത് വരും, നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണോട്ടെ ഏതാണ് ടേസ്റ്റ് നിങ്ങൾക്ക് തോന്നിയെന്ന്. 2 രീതിയിലും വേണേൽ ചെയ്ത് നോക്കാം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ സാജീരകവും ഡ്രൈ ലെമണോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗരം മസാല ചേർത്തിട്ട് കുറച്ച് ചെറിയ ജീരകമില്ലേ, നമ്മുടെ ക്യുമിൻ സീഡ്, അതുകൂടെ പൊടിച്ചിട്ടിട്ട് മന്തി തയ്യാറാക്കിയാലും ഏകദേശം ആ ഫ്ലേവറൊക്കെ ലഭിക്കും. ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറ് ഒട്ടും നനവ് പാടില്ല. നനവുണ്ടെങ്കിൽ പൂത്തുപോകും പൗഡർ. അതുകൊണ്ടിട്ട് ഒട്ടും നനവില്ലാതെ തുടച്ചെടുക്കണം. തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാനും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം.
അപ്പോൾ ഇതാ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഗ്ലാസ് ബോട്ടിലിൽ ഇട്ട് വെക്കണം. പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് ഇതിന്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതുപോലൊരു ഗ്ലാസിന്റെ ബോട്ടിലിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രമിക്കുക. പിന്നെ ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാടൊന്നും ചേർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഒരുപാട് നാള് യൂസ് ചെയ്യാനുണ്ടാവും. അപ്പൊ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പം മറ്റൊരു എപ്പിസോഡിൽ നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, മറന്നു പോകരുത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇതിന്റെ ലാസ്റ്റ് ഞാൻ ആ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ഓക്കെ, ബൈ.